നമസ്കാരം. വില്ലേജ് എഡിക്ഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ആമയിഴഞ്ചാൻതോട് വൃത്തിയാക്കാനിറങ്ങിയ ജോയിയുടെ മരണത്തിൽ ഹൈക്കോടതി ഇടപെടൽ. സംഭവത്തിൽ വിശദാംശങ്ങൾ അറിയിക്കണമെന്ന് തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനും ഹൈക്കോടതി നിർദ്ദേശം നൽകി. പരസ്പരം പഴിചാരാനുള്ള സമയമല്ല ഇതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതിയുടെ ഇടപെടൽ. ബന്ധുക്കളും സുഹൃത്തുക്കളും നോക്കി നിൽക്കെ മധ്യവയസ്കൻ തൂങ്ങി മരിച്ചു. കിളിമാനൂർ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിനടുത്ത് പരേതനായ കൈപ്പടയ്ക്കൽ മണിയൻ പിള്ളയുടെ മകൻ പഴയകുന്നുമേൽ മങ്കാട് ആമ്പാടി ഭവനിൽ അഭിലാഷാണ് മരിച്ചത്. ഉച്ചയ്ക്കായിരുന്നു സംഭവം. അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും നോക്കി നിൽക്കെ മുറിക്കുള്ളിൽ കതകടച്ച ശേഷം തൂങ്ങി മരിക്കുകയായിരുന്നു. ഭാര്യയും 2 മക്കളും ഉണ്ട്. കഞ്ചാവുമായി കല്ലറ സ്വദേശികൾ പിടിയിൽ. ചടയമംഗലം എക്സൈസ് ഇൻസ്പെക്ടർ രാജേഷിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ കഴിഞ്ഞ ദിവസം രാത്രി കുമ്മിൽ ചാന്നാട്ടുമുക്ക് കടയ്ക്കൽ പാങ്ങോട് റോഡിൽ വെച്ച് 2.32 കിലോ കഞ്ചാവ് കൈവശം വെച്ച കുറ്റത്തിന് കല്ലറ കുറുമ്പയം ഭൂതക്കുഴി കുന്നവിള വീട്ടിൽ 29 വയസ്സുള്ള ബിജു കല്ലറ, കുറുമ്പയം കാപ്പിവിള വീട്ടിൽ 21 വയസ്സുള്ള രാഹുൽ എന്നിവരെ പിടികൂടി. കൊല്ലം തിരുവനന്തപുരം ജില്ലാ അതിർത്തി പ്രദേശങ്ങളിൽ വ്യാപകമായി കഞ്ചാവിന്റെയും മറ്റു മയക്കുമരുന്നുകളുടെയും വിൽപ്പനയും ഉപയോഗവും നടക്കുന്നതായി ഉള്ള വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലായിരുന്നു ഇവർ അറസ്റ്റിലായത്. പ്രിവന്റീവ് ഓഫീസർ അഭിലാഷ് ജി, സിവിൽ എക്സൈസ് ഓഫീസർ മാരായ മാസ്റ്റർ ചന്തു, ജയേഷ് കെ ജി, ബിൻസാഗർ, ഡ്രൈവർ സാബു എന്നിവർ അടങ്ങുന്ന സംഘമാണ് ഇവരെ പിടികൂടിയത്. ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷിക അനുസ്മരണം 18-ന് നടക്കുമെന്ന് ചെയർമാൻ ചാണ്ടി ഉമ്മൻ MLA വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. രാവിലെ പുതുപ്പള്ളി സെന്റ് ജോർജ് വലിയ പള്ളിയിൽ കുർബാന, കല്ലറയിലും വീടുകളിലും പ്രാർത്ഥന എന്നിവയുണ്ടാവും. പുതുപ്പള്ളി പള്ളി ഓഡിറ്റോറിയത്തിൽ രാവിലെ 10-ന് അനുസ്മരണ സമ്മേളനം കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്യും. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ പരമാധ്യക്ഷൻ ബസോലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാവ അധ്യക്ഷത വഹിക്കും. സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തും. UAE റെസിഡൻസ് വിസ, എമിറേറ്റ്സ് ID എന്നിവയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾക്ക് പരമാവധി 20,000 ദിർഹം വരെ പിഴ ലഭിക്കുമെന്ന് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് പോർട്ട് അതോറിറ്റി ICP ഓർമ്മിപ്പിച്ചു. 14 നിയമലംഘനങ്ങൾക്കാണ് ദിവസത്തിൽ 20 ദിർഹം മുതൽ പരമാവധി 20,000 ദിർഹം വരെ പിഴ ലഭിക്കുക. നന്ദി, നമസ്കാരം.